ഇതാണ് നമ്മുടെ റിലയബിലിറ്റി യൂട്ടിലിറ്റി കോസ്റ്റിന് ചോദിക്കുന്ന ഈ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 2 ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഓരോന്നിനും പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എയ്ക്കാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് 20,000 ആണ്. അതായത് നമ്മൾ ഈ ഡിസൈൻ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 20,000 രൂപ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. അത് കഴിഞ്ഞ് CY1 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം സംഭവിക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്. ഒരു വർഷം കഴിഞ്ഞ് 1000 രൂപ നമ്മൾ മുടക്കണം. CY2 2 വർഷം കഴിഞ്ഞ് നമ്മൾ 1200 രൂപ അതിന് വേണ്ടി മുടക്കണം. CY3 3 വർഷം കഴിഞ്ഞിട്ടുള്ള സർവീസിങ്ങിന് നമ്മൾ 1500 രൂപ കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ ആണ്. റീസെയിൽ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് 15,000 രൂപയ്ക്ക് നമ്മളിത് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെല്ല് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ അവസാനത്തെ സർവീസ് കഴിഞ്ഞ്, അതായത് 3ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് സെല്ല് ചെയ്യുന്നത് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് 10% ഇൻട്രസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് വാങ്ങിച്ചാലാണ് നമുക്ക് എക്കണോമിക്കലി കുറച്ചുകൂടെ ബെറ്റർ എക്കണോമിക് ഓപ്ഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നോക്കിയായിരുന്നു. എന്തായിരുന്നു? എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1+R⁻n. ഇങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭാവിയിലുള്ള കോസ്റ്റിനെ കറണ്ട് കോസ്റ്റായിട്ട് കറണ്ട് കോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് സബ്ട്രാക്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിലെ കോസ്റ്റാണ് എമൗണ്ട്, ഭാവിയിലെ കോസ്റ്റ്. പ്രിൻസിപ്പിളാണ് കറണ്ട് കോസ്റ്റ്. അപ്പോൾ ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്, അത് പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് കോസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്, അതായത് പി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പി നമുക്ക് ഒരു സൈഡിലോട്ട് ഐസൊലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? P ഈക്വൽ ടു A/1+R⁻n എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് പിക്കുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം എഴുതുകയാണ് ഫോർ ഡിസൈൻ എ. ഡിസൈൻ എയുടെ മൊത്തം നഷ്ടവും ലാഭനഷ്ട കണക്കുകൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് എന്തോ? ഡിസൈൻ എയുടെ ഇപ്പോഴത്തെ കോസ്റ്റ് ഇനിഷ്യൽ ഈക്വൽ ടു 20,000 രൂപ ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് CY1-ൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് നമുക്കറിയാം. ഒരു വർഷം കഴിഞ്ഞുണ്ടാകുന്ന ചിലവാണ് 1000. അത് ഇപ്പോഴത്തെ കാലത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എത്ര കിട്ടും എന്നുള്ളത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. എന്താണ്? ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ചിലവ്, അതായത് 1000. ഭാവിയിലെ എമൗണ്ട് 1000/1+R ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. 10% എന്ന് തന്നിട്ടുണ്ട്. 10% എന്ന് പറഞ്ഞാൽ 0.1. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു. എക്സ്പോണൻ്റ് എന്നാണ് നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് CY1 എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് അല്ലേ. അപ്പോൾ 1+0.1 ഇവിടെ ⁻1 എന്ന് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 909.09 ആണ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ. അതായത് ഭാവിയിൽ 1000 രൂപ ഇപ്പോഴത്തെ ഈ 909 രൂപയ്ക്ക് ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 2 വർഷം കഴിഞ്ഞിട്ടുള്ള രൂപ, 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചിലവാക്കുന്നത് 1200 രൂപ. അത് ഇന്നത്തെ കാലത്തോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ 1200/1+0.1. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ, ഇവിടെ സമയമല്ലേ, സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്വയർ ഇടണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 991.73. 2 വർഷത്തിന് ശേഷമുള്ള 1200 രൂപ ഇന്നത്തെ 991-ന് ഈക്വലൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ CY3 കണ്ടുപിടിക്കുന്നു. CY3 1500/1+0.1 ക്യൂബ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1126.97. ഇനി നമ്മൾ എന്താ ചെയ്യുന്നു? ഇതിൻ്റെ റീസെയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണ് സെല്ല് ചെയ്യുന്നത്? 3 വർഷത്തിന് ശേഷമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് എത്ര? 15,000 രൂപ അന്ന് കിട്ടും. അത് ഇന്നത്തെ കാലത്തോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ 15,000/1+0.1 ക്യൂബ് എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 0.72. ഇത്രയും നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ നമുക്കുള്ള മൊത്തം ലാഭനഷ്ട കണക്ക് ആലോചിച്ചാലോ. അപ്പോൾ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ്, ഈ സാധനം വാങ്ങിക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര? 20,000. പിന്നെ പ്ലസ് ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ്, പ്ലസ് 2ാമത്തെ വർഷത്തിന് ശേഷമുള്ള മെയിൻ്റനൻസ്,
പ്ലസ് മൂന്നാമത്തെ വർഷത്തിന് ശേഷമുള്ള മെയിൻ്റനൻസ്, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കിട്ടിയ പൈസ റീസെയിൽ ചെയ്തപ്പോൾ, അപ്പോൾ -1126.9.72 ഇത്രയും ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറാണ് എനിക്ക് തോന്നുന്ന ആൻസർ 11761 ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എയുടെ ആക്ച്വലി ശരിക്കുമുള്ള കോസ്റ്റ്. നമ്മൾ എ എന്നൊരു ഡിസൈൻ വാങ്ങിക്കുക, നമ്മൾ ശരിക്കും ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ഈ 11761 ആണ്. അതുപോലെ ബിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബിക്ക് നമുക്കൊരു കോസ്റ്റ് കിട്ടും, കോസ്റ്റ് ബി നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൽ ഏതാണോ കോസ്റ്റ് കുറവ് അതാണ് ബെറ്റർ ടു ബൈ, അതാണ് നമുക്ക് കുറച്ചുകൂടെ ഇക്കണോമിക്കലി വയബിൾ ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ എ ആണ് കുറച്ചുകൂടെ ഇക്കണോമിക്കലി വയബിൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം കോസ്റ്റ് ഓഫ് ബി കുറച്ചും കൂടെ ഹയർ ആയിരിക്കും ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം ഇനിഷ്യൽ കോസ്റ്റ് കൂടുതൽ എ ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തെ നമ്മൾ വിചാരിക്കും എ ആണ് ബെറ്റർ എന്ന്, പക്ഷെ അല്ല, ശരിക്കും ഇനിഷ്യൽ കോസ്റ്റ് ബിക്ക് കുറവായിരുന്നിട്ടോടി ബി കുറച്ചും കൂടെ ഇക്കണോമിക്കലി ബെറ്റർ ഓപ്ഷനാണ്. മെയിൻ്റനൻസിൻ്റെ ചാർജസ് കാരണം റീസെയിൽ വാല്യൂം എല്ലാം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ.